നിശബ്ദ പ്രചാരണത്തിന്റെ അവസാനവട്ട തിടുക്കത്തിലാണ് എറണാകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KJ ഷൈൻ. നമുക്ക് ടീച്ചറിനോട് തന്നെ ചോദിക്കാം. ടീച്ചറെ, ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ജനം വോട്ടിടുന്നതിന്. ശുഭപ്രതീക്ഷ തന്നെയല്ലേ ഇപ്പോഴും? തീർച്ചയായിട്ടും അവസാന നിമിഷം വരെ. ഇന്നിപ്പോ ഞാൻ നിങ്ങളോടൊരു കാര്യം സൂചിപ്പിക്കാം. ഞാനിവിടെ ഫ്ളാറ്റില് വന്നു കഴിഞ്ഞപ്പോൾ ചിലർ ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ LDF സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ പറഞ്ഞു കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ ടീച്ചറിനെ കാണുന്നുണ്ട്, പ്രസംഗം കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. വേറൊരു സ്ഥലത്ത് ചെന്നപ്പോൾ പൂജ നടക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ ഞാൻ എന്നാ പിന്നെ വരാം. അപ്പോൾ പറഞ്ഞു വേണ്ട, അമ്മ പറഞ്ഞു വേണ്ട, മകനാണ് പൂജ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് തീരുന്നവരെ അവിടെ നിന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഈ സഹോദരനോട് ഞാൻ ഓട്ടഭ്യർത്ഥിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ പൂജ തുടങ്ങുന്ന സമയത്ത് വരെയും എന്റെ മനസ്സൊരു നിരാശയിലായിരുന്നു. ഒരാൾ പോലും വോട്ട് ചോദിച്ചു വന്നില്ല. അപ്പൊ പിന്നെ എന്തിനാ വെറുതെ സമയം ചെലവഴിച്ചിട്ട് ഈ ചൂടത്ത് പോകുന്നത് എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ ഞാൻ വോട്ട് ചെയ്യും. അപ്പൊ അത്രയ്ക്ക് അനുഗ്രഹം എല്ലാ ദൈവങ്ങളും എന്റെ കൂടെയുണ്ട്. തീർച്ചയായും. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ച് സ്ത്രീ വോട്ടർമാരാണ് ഏറ്റവും കൂടുതൽ. അവരുടെ വോട്ട് ടീച്ചറിന് തന്നെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ കൂടിയില്ല? തീർച്ചയായിട്ടും കിട്ടും, തീർച്ചയായിട്ടും. സ്ത്രീകൾ ഈ രാജ്യത്ത് നടക്കുന്ന കലാപങ്ങൾ, ആക്രമണങ്ങൾ, ബലാത്സംഗങ്ങൾ, ഇതൊക്കെ മാധ്യമങ്ങളിലൂടെയും എല്ലാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർ വലിയ ആശങ്കയിലാണ്. ഇത് ഏത് നിമിഷവും ഒരു ഗുജറാത്ത് ഇവിടെ ഉണ്ടാവാം, ഏത് നിമിഷവും ഒരു മണിപ്പൂർ ഇവിടെ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ അകത്ത് ജാതിയും അതൊരു അൺട്രസ്റ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിക്കകത്ത് ഒരാള് അൺട്രസ്റ്റ് ആയ ഒരു സൊസൈറ്റിക്കകത്ത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു രക്ഷയുണ്ടാവില്ല. ഇപ്പൊ യുദ്ധം നടന്നാലും എന്ത് നടന്നാലും. അപ്പോ കുഞ്ഞുങ്ങളും, ഇപ്പൊ സ്ത്രീകളും കുഞ്ഞുങ്ങളും പെൺകുട്ടികളും വലിയ തോതിൽ ആക്രമിക്കപ്പെടാനുള്ള ഒരു സാധ്യത നിയമവും നിയമ സംവിധാനങ്ങളും ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ സുരക്ഷിതമായിട്ട് നടക്കുന്നത്. അത് അട്ടിമറിക്കപ്പെട്ടാൽ അവിടെ ജാതിയും അതൊന്നും നോക്കിയിട്ടല്ലോ സ്ത്രീകളെ കടന്നാക്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഭയം സ്ത്രീകളുടെ മനസ്സിലുണ്ട്. അവർ തീർച്ചയായിട്ടും അതിനുവേണ്ടി ശബ്ദിക്കുന്ന ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും എന്നുള്ളതാണ്. എറണാകുളം, ഒരു കാര്യം കൂടി, എറണാകുളം ജില്ല UDFന്റെ ഒരു കോട്ടയായിട്ടാണ് നമുക്ക് അറിയപ്പെടുന്നത്. ഇപ്രാവശ്യം അവർ മാറ്റി ചിന്തിക്കും എന്നുള്ളൊരു ഉറപ്പുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ജനങ്ങൾക്ക് സമാധാനവും സ്വസ്ഥതയും ഉള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം രാജ്യത്തുണ്ടാവണം. ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണല്ലോ അതിന് നേതൃത്വം കൊടുക്കുന്നത്. ആ രാഷ്ട്രീയ അന്തരീക്ഷം വലിയ തോതിൽ തകർക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിനെതിരെ അതിനൊരു കൗണ്ടർ എന്നുള്ള രീതിയിൽ ഇന്ന് നിലനിൽക്കുന്നത് ശബ്ദം കുറവാണെങ്കിൽ പോലും ഉറക്കെ ശബ്ദിക്കുന്നത് ഇടതുപക്ഷം മാത്രമാണ്. ഒരു പക്ഷേ കേരളം മാത്രമുള്ളാവാം. പക്ഷെ ദേശീയ തലത്തിൽ ആ നിലപാട് തന്നെ ഉയർത്തിപ്പിടിക്കുന്നു. എല്ലായിടത്തും ഒരേ നിലപാട്. ദേശീയ തലത്തിൽ ഇടതുപക്ഷം ചെറുതാണെങ്കിലും ആ ചെറുതാണെങ്കിൽ പോലും ശക്തമായ സ്വരം കേൾക്കുന്നത് ഇടതുപക്ഷത്തിന്റെയാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഭരണം ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായ നിലപാടെടുത്ത് സധൈര്യം മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ ജനങ്ങൾ കാണുകയല്ലേ, തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവും. എല്ലാവിധ ആശംസകളും. താങ്ക് യു.